ദില്ലിയിൽ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സ്റ്റിക്കർ പതിപ്പിച്ച കാറിൽ യുവതിയെ പീഡിപ്പിച്ചു. സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ. ദില്ലി മോത്തി ബാഗിലാണ് സംഭവം. വിവരങ്ങളുമായി സുരരാജ് ചേർന്നു. സുരരാജ്, ഒരുപക്ഷെ നിർഭയ വിഷയം ഗൗരവതരമായി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന വലിയ ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനൊരു സംഭവം പുറത്തുവരുന്നത്. എങ്ങനെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? സൗമ്യ, ദില്ലിയിൽ സ്ത്രീകൾക്ക് നിർഭയമായി സഞ്ചരിക്കാനുള്ള സാഹചര്യം ഇല്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു വാർത്തയാണ് ഏറ്റവും പുതുതായി നമുക്ക് ലഭ്യമാകുന്നത്. ഇന്നലെ രാത്രി 9 മണിയോടുകൂടിയാണ് ഈ പീഡനം നടന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സ്റ്റിക്കർ പതിച്ച ഒരു കാറിലാണ് ഈ പീഡനം നടന്നിരിക്കുന്നത്. ദില്ലിയിൽ ജോലി അന്വേഷിച്ചെത്തിയ ഒരു യുവതിക്കാണ് ഈ പീഡന അനുഭവം ഉണ്ടായത്. എയിംസിലേക്ക് പോകാനായി മോത്തിബാഗിൽ ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുന്ന യുവതിയെയാണ് പീഡിപ്പിച്ചത്. ഇത് ഈ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ സ്റ്റിക്കർ പതിച്ച ഈ വാഹനത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ് എന്ന് പോലീസ് തിരക്കിയപ്പോൾ അത് CISFലെ ഒരു ഹെഡ് കോൺസ്റ്റബിളിൻ്റെ ഉടമസ്ഥതയിലുള്ള വാഹനമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതോടൊപ്പം ഈ ഹെഡ് കോൺസ്റ്റബിളിൻ്റെ പേഴ്സണൽ ഡ്രൈവറായിരുന്ന അമൻകുമാർ എന്നയാളാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് എന്നും മനസ്സിലാക്കാൻ സാധിച്ചു. അയാളെ ഇതേ തുടർന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അയാളാണ്. രാത്രി 9 മണിയോടുകൂടിയാണ് ഈ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ഈ പെൺകുട്ടിയെ കാറിൽ കയറ്റി ഇയാൾ പീഡിപ്പിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. നിർഭയ പീഡന സംഭവം നടന്ന് 4 വർഷം പിന്നിടുമ്പോഴാണ് ഇത്തരം ഒരു സംഭവം ഒരിക്കൽ കൂടി ഉണ്ടാകുന്നത്. പീഡനങ്ങൾക്ക് അറുതിയില്ലാത്ത നാടായി ദില്ലി മാറുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തമായി ഈ വാർത്ത വരികയാണ്. ഒരു ഡിസംബർ മാസത്തിലാണ്, 4 വർഷം മുൻപുള്ള ഡിസംബർ മാസത്തിലാണ് നിർഭയ സംഭവം രാജ്യത്തെ തന്നെ പിടിച്ചുകുലുക്കിയ ഒരു വലിയ വിഷയമായി മാറുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. ഇതേ ഒരു ഡിസംബറിൽ വീണ്ടും ഒരു വാഹനത്തിൽ വെച്ച് ഒരു യുവതി, അതും തൊഴിലന്വേഷകയായ ഒരു യുവതി പീഡനത്തിനിരയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതും അത്യന്തം ഗൗരവതരമാകുന്നത് അത് ഒരു സർക്കാർ ജീവനക്കാരൻ്റെ ഉടമസ്ഥതയിലുള്ള വാഹനത്തിൽ വെച്ചാണ് പീഡിപ്പിക്കപ്പെടുന്നത് എന്നതുകൂടിയാണ്. ഒപ്പം ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ സ്റ്റിക്കർ പതിച്ച വാഹനമാണ് എന്നുള്ളതും കൂടിയാണ്. എന്തായാലും നിലവിൽ ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിടാൻ ഇരിക്കുന്നതേയുള്ളൂ. എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നടന്നത്? എയിംസിലേക്ക് തൊഴിലന്വേഷിച്ച് പോകുന്ന കുട്ടിയാണ് ഈ പീഡനത്തിന് ഇരയായത്. ബസ് സ്റ്റോപ്പിൽ രാത്രി 9 മണിക്ക് ബസ് കാത്തു നിൽക്കുകയായിരുന്നു. നിർഭയ സംഭവവും സമാന രീതിയിൽ തന്നെയാണ്. ഒരുപക്ഷെ അത് തന്നെയാണ് സുരരാജ്. സാധാരണ ഇത്തരം പീഡനങ്ങൾ പല ഘട്ടത്തിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളപ്പോൾ ആൾ താമസമില്ലാത്ത ഇടത്ത് അല്ലെങ്കിൽ ആളുകൾ അത്തരം തിരക്കില്ലാത്ത സ്ഥലത്ത് അങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാൽ നിർഭയ വലിയ രീതിയിൽ ഞെട്ടലുണ്ടാക്കിയത് അത് തന്നെയാണ്. വലിയ തിരക്കേറിയ റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലായിരുന്നു ആ സംഭവം നടന്നത്. ഇവിടെയും ഈ സമാനമായ രീതിയിലായിരുന്നു. അതായത് നിരവധി ആളുകൾ ഉള്ള സ്ഥലമാണോ, പ്രത്യേകിച്ച് വാഹനത്തിനുള്ളിലാണ് പീഡനം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കുറച്ചുകൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്ന ഒരു സംഭവമായി തന്നെയാണോ ഇതിനെയും നിരീക്ഷിക്കുന്നത്? സൗമ്യ, സുരക്ഷാ പ്രശ്നങ്ങൾ ഇപ്പോഴും ദില്ലി ഉൾപ്പെടെ രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിലും സുരക്ഷാ പ്രശ്നങ്ങൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു വിഷയമായി തന്നെ നിലകൊള്ളുന്നു എന്നാണ് ഈ വാർത്തയും കാണിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ് ഈ സംഭവം നടന്നത് എന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇതുവരെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല. രാത്രി 9 മണിക്ക് എയിംസിലേക്ക് പോകാനായി ബസ് കാത്തു നിൽക്കുന്ന ഒരു യുവതിയാണ് പീഡനത്തിനിരയായത് എന്ന വാർത്തയാണ് നിലവിൽ പോലീസ് നമുക്ക് നൽകുന്നത്. ഈ കാറിൽ CISF ഹെഡ് കോൺസ്റ്റബിളിൻ്റെ ഉടമസ്ഥതയിലുള്ള ഈ കാറിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഡ്രൈവർ എങ്ങനെയാണ് ഈ യുവതിയെ കാറിൽ കയറ്റുന്നതെന്നോ പീഡിപ്പിക്കുന്നതെന്നോ സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. പക്ഷേ ഇത്തരം വാഹനങ്ങളിൽ വെച്ച് അതീവ ഇത്രയും വലിയ നഗരത്തിൽ ഒരു സുരക്ഷയുമില്ലാതെ സ്ത്രീകൾക്ക് സഞ്ചരിക്കേണ്ടി വരുന്നതിൻ്റെ ഒരു സാഹചര്യം അത് നിർഭയ സംഭവത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലായതാണ്. അത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നതിൻ്റെ ഒരു കാഴ്ച കൂടി ദില്ലി നമുക്ക് കാണിച്ചു തരികയാണ്. രാത്രികാലങ്ങളിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് യഥേഷ്ടം നഗരങ്ങളിൽ കൂടി പ്രത്യേകിച്ച് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുന്നില്ല, ധൈര്യത്തോടു കൂടി സഞ്ചരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഇത് നമ്മൾ മനസ്സിലാക്കണം, ബസ് സ്റ്റാൻഡിൽ ബസ് കാത്തു നിൽക്കുന്ന ഒരു യുവതിയാണ് പീഡിപ്പിക്കപ്പെടുന്നത് എന്നാണ്. അത്രയേറെ ഈ ദില്ലിയെ സംബന്ധിച്ചിടത്തോളം ഒരു മെട്രോപൊളിറ്റൻ നഗരം ആയതുകൊണ്ട് തന്നെ ആളുകളൊന്നും ഇക്കാര്യം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടും എന്നതും ഈ പീഡകന്മാർക്ക് ഒരു സഹായമാകുന്നു എന്നുള്ളതാണ് വസ്തുത. എന്തായാലും നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് രാത്രി 9 മണിയോടുകൂടി ബസ് കാത്തു നിൽക്കുകയായിരുന്ന യുവതിയെ
ഈ CISFന്റെ ഹെഡ് കോൺസ്റ്റബിൾ ഉടമസ്ഥതയിലുള്ള ഈ വാഹനത്തിന്റെ പേഴ്സണൽ ഡ്രൈവർ പീഡിപ്പിക്കുകയാണ് എന്നാണ് പോലീസ് പറയുന്നത്. സൗമ്യ. സുരരാജാണ് വിവരങ്ങൾ നൽകിയത്. ദില്ലിയിൽ വീണ്ടും യുവതിക്ക് പീഡനം. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സ്റ്റിക്കർ പതിപ്പിച്ച കാറിലാണ് പീഡനം നടന്നത്. ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്.